ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 67 ഗോപീഗരുവ പ്രശമനം. ശ്ലോകം 9. തഥാ വ്യഥാസങ്കുലമാനസാനാം വ്രജാംഗനാനാം കരുണൈകസിന്ധോ ജഗത്രയീ മോഹനമോഹനാത്മാ ത്വം പ്രാദുരാസീരയി മന്ദഹാസി. ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. തഥാ വ്യഥാസങ്കുല മാനസാനാം വ്രജാംഗനാനാം കരുണൈക സിന്ധോ ജഗത് ത്രയീ മോഹന മോഹനാത്മാ ത്വം പ്രാദുരാസീർ ഐ മന്ദഹാസി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഐ കരുണൈക സിന്ധോ, അല്ലയോ കരുണയ്ക്ക് ഏക ഇരിപ്പിടമേ. ജഗത്രയീ മോഹന മോഹനാത്മാ, 3 ലോകത്തിലുള്ളവരെയും മോഹിപ്പിക്കുന്ന മനോഹരമായ രൂപത്തോടു കൂടിയവനായ ത്വം അങ്ങ്. തഥാ വ്യഥാസങ്കുലമാനസാനാം, അപ്രകാരം ദുഃഖം കൊണ്ട് കലങ്ങിയ മനസ്സോടു കൂടിയവരായ വ്രജാംഗനാനാം, ഗോപസ്ത്രീകൾക്ക് മന്ദഹാസി, മന്ദഹസിക്കുന്നവനായി പ്രാദുരാസി, പ്രത്യക്ഷപ്പെട്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തഥാ, ഥ എന്നുള്ളത് കഥ എന്നൊക്കെ ഉള്ളതിലത്തെ ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. വ്യഥാസങ്കുലമാനസാനാം, ഇവിടെ അതുപോലെ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വ്രജാംഗനാനാം നീട്ടിയിട്ട് മുറുക്കം. കരുണൈക സിന്ധോ, സിന്ധോ എന്നുള്ളത് ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. ജഗത് ത്രയീ മോഹന മോഹനാത്മാ ചേർത്ത് ചൊല്ലുമ്പോൾ ജഗത്രയീ മോഹന മോഹനാത്മാ, മാ എന്നുള്ളത് മാ എന്നാണ്. ത്വം പ്രാദുരാസീർ ഐ ചേർത്തിട്ട് പ്രാദുരാസീരൈ മന്ദഹാസി, മന്ദ എന്നാ ദ എന്നാണ്, എന്ത് എന്നാണ്, എന്ത എന്നായി പോരുത്. മന്ദഹാസി അങ്ങനെ നിർത്താം. തഥാ വ്യഥാസങ്കുലമാനസാനാം വ്രജാംഗനാനാം കരുണൈകസിന്ധോ ജഗത്രയീ മോഹനമോഹനാത്മാ ത്വം പ്രാദുരാസീരൈ മന്ദഹാസി. അടുത്തത് 10ാമത്തെ ശ്ലോകം. സന്ദിഗ്ധസന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്വ്യ സഹസാ തദാനീം കിം കിം ന ചക്രു പ്രമദാതിഭാരാത് സ ത്വം ഗതാത് പാലയ മാരുദേശ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സന്ദിഗ്ധ സന്ദർശനം, ആത്മകാന്തം, ത്വാം വീക്ഷ്യ തന്വ്യ സഹസാ തദാനീം കിം കിം ന ചക്രു പ്രമദാതിഭാരാത് സ ത്വം ഗതാത് പാലയ മാരുദേശ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തദാനീം അപ്പോൾ, തന്വ്യ ഗോപികാസുന്ദരിമാർ, സന്ദിഗ്ധ സന്ദർശനം സംശയിതമായ സന്ദർശനത്തോടു കൂടിയവനെ, ആത്മകാന്തം ആത്മനാഥനെ, ത്വാം അങ്ങയെ, വീക്ഷ്യ കണ്ടിട്ട്, സഹസാ വേഗത്തിൽ, പ്രമദാതിഭാരാത് സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ, കിം കിം ന ചക്രു എന്തെന്തു തന്നെ ചെയ്തില്ല, സ ത്വം അങ്ങനെയുള്ള അവിടുന്ന്, മാരുദേശ അല്ലയോ ഗുരുവായൂരപ്പ, ഗതാത് രോഗത്തിൽ നിന്ന്, പാലയ പാലിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സന്ദിഗ്ധ, ന്തി എന്നുള്ളത് നാദ് എന്നാണ്. സന്ദിഗ്ധ ഗ ഥ എന്ന് ചേർന്നിട്ട്, ഗ എന്നുള്ളതിൻ്റെ കൂടെ ദ ഥ
അത് ചേർന്നിട്ടുള്ള ഥ എന്നുള്ള അക്ഷരമാണ്. അപ്പോൾ അത് നന്നായിട്ട് ഊന്നി പറയണം. സന്ദിഗ്ധ സന്ദർശന നദ സന്ദർശനം ആത്മകാന്തം എന്നാണ്. ത്വാം വീക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തന്വ്യ എന്ന് കഴിഞ്ഞിട്ട് വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സഹസ ഒരു സാന്ന് മതി. തന്വ്യ സഹസ ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. തത് അനീം നീട്ടിയിട്ട് മുറുക്കം. കിം കിം ന ചക്രു അവിടെ വിസർഗം. പ്രമദാതിഭാരാത് എന്നവിടെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ പിന്നെ സ എന്ന് അങ്ങനെ ചേർത്ത് ചൊല്ലുമ്പോൾ സ എന്നാവും. ത് സ എന്ന് ചേർത്തിട്ട് പ്രമദാതിഭാരാത് സ ത്വം ഗദാത് പാലയ മാരുദേശ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് തന്വ്യ എന്നുള്ളതിൻ്റെ ന്വ നാവാള ചിഹ്നവും പിന്നെ വ്യ നാവാള ചിഹ്നമുണ്ട്. തന്വ്യ അത് ശ്രദ്ധിച്ചോളൂ, 2 ചിഹ്നം. സന്ദിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്വ്യ സഹസാ തദാനീം കിം കിം ന ചക്രു പ്രമദാതിഭാരാത് സ ത്വം ഗദാത് പാലയ മാരുദേശ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.